ഹലോ എവരി വൺ. സോ നമ്മൾ പോളിനോമിയൽ ഇൻ്റർപോളേഷൻ എന്ന പാർട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോളിനോമിയൽ ഇൻ്റർപോളേഷനിൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ പോയിൻറ്റ്സിനെ ഒരു പോളിനോമിയലായിട്ട് പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ പോയിൻറ്റ്സ് ഒബേ ചെയ്യുന്ന ഒരു പോളിനോമിയലിനെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വൽ പോളിനോമിയൽ f(x) ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന പോളിനോമിയൽ ഈ ഡാറ്റ പോയിൻറ്റ്സ് വെച്ചിട്ട് ഈ ഡാറ്റ പോയിൻറ്റ്സ് ഒബേ ചെയ്യുന്ന വേറൊരു പോളിനോമിയൽ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അതിനെ ഇൻ്റർപോളേറ്റിംഗ് പോളിനോമിയൽ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഹൈ ഡിഗ്രി പോളിനോമിയൽ വെച്ചിട്ട് ആണ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത് a0 + a1x + a2x² അങ്ങനെയുള്ള ഒരു ഹൈ ഡിഗ്രി പോളിനോമിയൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ആ ഡാറ്റ പോയിൻറ്റ്സിനെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊന്ന് രണ്ട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അങ്ങനെ നമ്മളൊരു ഹൈ ഡിഗ്രി പോളിനോമിയൽ വെച്ചിട്ട് ഇൻ്റർപോളേറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഹൈ ഡിഗ്രി പോളിനോമിയൽ ആണ് നമ്മൾ ഫിറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത് ആ ഒരു കേസിൽ. പക്ഷേ നമ്മൾ ഒരു സ്പ്ലൈൻ ഇൻ്റർപോളേഷനിലേക്ക് വരുമ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്പ്ലൈൻ ഇൻ്റർപോളേഷനാണ്. അപ്പോൾ സ്പ്ലൈൻ ഇൻ്റർപോളേഷൻ നമ്മൾ ചെയ്യുന്നത് ഒരു ഹൈ ഡിഗ്രി പോളിനോമിയലിനെ നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റ പോയിൻറ്റ്സ് വെച്ചിട്ട് എൻറ്റയർ ആയിട്ട് ഒരു ഹൈ ഡിഗ്രി പോളിനോമിയൽ കൺസ്ട്രക്റ്റ് ചെയ്യല്ല ചെയ്യുന്നത്. ഇവിടെ രണ്ട് പോയിൻറ്റ്സിൻ്റെ ഇടയിൽ നമ്മൾ പോളിനോമിയൽസ് കൺസ്ട്രക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് 1 ഡിഗ്രി പോളിനോമിയലാവാം, അല്ലെങ്കിൽ 2nd ഡിഗ്രി പോളിനോമിയലാവാം, 3rd ഡിഗ്രി പോളിനോമിയലായിരിക്കാം. അങ്ങനെ രണ്ട് ഡാറ്റ പോയിൻറ്റ്സിൻ്റെ ഇടയിൽ നമ്മളൊരു പോളിനോമിയൽ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എൻറ്റയർ ഡാറ്റ പോയിൻറ്റ്സ് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോളിനോമിയൽ ഹൈ ഡിഗ്രി പോളിനോമിയൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന് പകരം പീസ് വൈസ് ആയിട്ട് പോളിനോമിയൽ കൺസ്ട്രക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണെങ്കിൽ ഡാറ്റ പോയിൻറ്റ്സിനായിട്ട് കൂടുതൽ എന്താ പറയുക, നമ്മുടെ ആക്ച്വൽ ഫങ്ഷൻ f(x) എന്ന് പറയുന്ന ആക്ച്വൽ ഫങ്ഷനായിട്ട് കൂടുതൽ ഒബേ ചെയ്യുന്ന അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോളിനോമിയലിനെ കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും പീസ് വൈസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഇൻ സ്പ്ലൈൻ ഇൻ്റർപോളേഷൻ, ഇൻ്റർപോളാൻറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പീസ് വൈസ് പോളിനോമിയൽ കാൾഡ് സ്പ്ലൈൻ. ഈ പീസ് വൈസ് പോളിനോമിയൽ ഞങ്ങൾ സ്പ്ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ here it says instead of fitting a single high degree polynomial, it fits low degree polynomials to small subset of values. അതായത് ഒരു ഇൻ്റർവെല്ലിൽ ചെറിയ ലോ ഡിഗ്രി പോളിനോമിയലിനെ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ വഴിയത് മനസ്സിലാവും. ദ പോയിൻറ്റ്സ് അറ്റ് വിച്ച് ടു കണക്റ്റിംഗ് സ്പ്ലൈൻസ് മീറ്റ് ആർ കാൾഡ് നോട്ട്സ്. അപ്പോൾ രണ്ട് സ്പ്ലൈനുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന, അതായത് നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഡാറ്റ പോയിൻറ്റ്സ് എന്ന് വിചാരിക്കും. 1 2 3 4 ഡാറ്റ പോയിൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എൻ്ററായിട്ട് ഇത് ഫങ്ഷൻ ഏതാണെന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, ഫങ്ഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ സാധാരണ ഇൻ്റർപോളേഷൻ, പോളിനോമിയൽ ഇൻ്റർപോളേഷനിൽ ചെയ്യുന്ന ഈ ഡാറ്റ പോയിൻറ്റ്സുകളെല്ലാം വരുന്ന ഒരു പോളിനോമിയൽ ഹൈ ഡിഗ്രി പോളിനോമിയൽ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ സ്പ്ലൈൻ ഇൻ്റർപോളേഷനിൽ ചെയ്യുന്നത്, ഇപ്പോൾ ഈ രണ്ട് പോയിൻറ്റുകളും തമ്മിൽ ഒരു പോളിനോമിയൽ കണ്ടുപിടിക്കുക. ഓക്കെ, അതുപോലെ ഈ രണ്ട് പോയിൻറ്റുകൾ തമ്മിലും ഒരു പോളിനോമിയൽ കണ്ടുപിടിക്കുക ഓഫ് ഓർഡർ 1st or 2nd or 3rd or like that. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പോയിൻറ്റുകളുടെ ഇടയിൽ നമ്മൾ സ്പ്ലൈൻ ഫങ്ഷനെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സ്പ്ലൈനുകൾ ജോയിൻ ചെയ്യുന്ന ഈ പോയിൻറ്റിനെയാണ് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ഓർഡർ പോളിനോമിയൽ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? ഫസ്റ്റ് ഓർഡർ പോളിനോമിയൽ നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനുകളായിരിക്കും തമ്മിൽ ജോയിൻ ചെയ്യുന്നുണ്ടാവും. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് വരിക.
അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പ്ലൈൻ ഫംഗ്ഷനാണ് വരിക. തേർഡ് ഓർഡർ എന്ന് പറയുമ്പോൾ ക്യൂബിക് പോളിനോമിയലാണ് വരിക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് രണ്ട് പോയിൻറ്റ്സിൻ്റെ ഇടയിൽ വരിക. സോ ഹിയർ ഇറ്റ് ഈസ് സെയിങ് ദാറ്റ് കണക്റ്റിംഗ് പോളിനോമിയൽസ് would be of any degree and have different types of splines like linear, quadratic, cubic or quintic etc. ഞാൻ പറഞ്ഞതുപോലെ ഈ സ്പ്ലൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലീനിയർ ആവാം, അതായത് ഈ പീസ് വൈസ് സ്പ്ലൈൻസ് ലീനിയർ ആവാം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവാം, ക്യൂബിക് പോളിനോമിയൽ ആവാം. ഓക്കെ, ക്യൂബിക് സ്പ്ലൈൻസ് ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ എൻജിനീയറിംഗ് ആപ്ലിക്കേഷൻസ്. ക്യൂബിക് സ്പ്ലൈൻസ് കുറച്ചുകൂടി നമ്മുടെ ആക്ച്വൽ ഫങ്ഷനായിട്ട് മാച്ച് ആവുന്നത് കൊണ്ട് നമുക്ക് സാധാരണ എൻജിനീയറിംഗ് ആപ്ലിക്കേഷന് ക്യൂബിക് സ്പ്ലൈൻസ് ആണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ക്യൂബിക് സ്പ്ലൈൻസ് ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, സോ ഇൻ്റർപോളേഷൻ എറർ ക്യാൻ ബി മെയ്ഡ് സ്മോളർ എന്ന് പറയുന്നത്. സാധാരണ പോളിനോമിയൽ ഇൻ്റർപോളേഷൻ ചെയ്യുന്നതിന് പകരം സ്പ്ലൈൻ ഇൻ്റർപോളേഷനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ഇൻ്റർപോളേഷൻ എറർ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ good way to avoid Reng's phenomena in which oscillations can be occur between points when we are using high degree polynomial. അപ്പോൾ Reng's phenomena എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനെ നമ്മൾ ഹൈ ഡിഗ്രി പോളിനോമിയൽ വെച്ചിട്ട് ഇൻ്റർപോളേറ്റ്, ഇതാണ് നമ്മുടെ ആക്ച്വൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു ഹൈ ഡിഗ്രി പോളിനോമിയൽ വെച്ചിട്ട് ഇൻ്റർപോളേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, സാധാരണ പോളിനോമിയൽ ഇൻ്റർപോളേഷൻ. അതിന് ഈ എൻ പോയിൻറ്റ്സിൽ ഓസിലേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഈ ഒരു ആക്ച്വൽ വാല്യൂന്ന് ഡീവിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പീസ് വൈസ് ആയിട്ട് ഇൻ്റർപോളേറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഹൈ ഡിഗ്രി, ഇതൊരു 19th ഡിഗ്രി പോളിനോമിയലൊക്കെ ആണെന്ന് വിചാരിക്കുക, 19th ഡിഗ്രി പോളിനോമിയൽ ഇൻ്റർപോളേഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ അങ്ങനെ ഹൈ ഡിഗ്രി ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ രണ്ട് എൻഡിലും ഓസിലേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. മൊത്തത്തിലാണ് നമ്മൾ ഇൻ്റർപോളേറ്റ് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ പീസ് വൈസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പീസ് വൈസും ആണ് നമ്മൾ ലോ ഡിഗ്രി പോളിനോമിയലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓസിലേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇപ്പോൾ നമ്മുടെ ഫങ്ഷൻ ഒരു സൈൻ ഫങ്ഷൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫങ്ഷൻ. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ പോയിൻറ്റുകൾ ഞാനിങ്ങനെ ഈ ക്രോസ് മാർക്ക് ചെയ്തതാണ് നമ്മുടെ ഡാറ്റ പോയിൻറ്റുകൾ എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡാറ്റ പോയിൻറ്റ്സുകൾ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ ഡാറ്റ പോയിൻറ്റുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ഫങ്ഷനാണ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുക അല്ലേ. നമ്മൾ സാധാരണ പോളിനോമിയൽ ഇൻ്റർപോളേഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പോളിനോമിയലാണ് നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യുക. അത് വാരി ചെയ്യാം, ഈ പോയിൻറ്റുകളോട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ നാച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ഒരു സൈൻ വേവിൻ്റെ നാച്ചർ നമുക്ക് റീറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, നമുക്ക് വേറെ ഏതെങ്കിലും ടൈപ്പ് ഫങ്ഷൻസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക, വേറെ ഏതെങ്കിലും പോളിനോമിയൽസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അത് ആക്ച്വൽ ഫങ്ഷനായിട്ട് മാച്ച് ചെയ്യണമെന്നില്ല. പീസ് വൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, രണ്ട് പോയിൻറ്റുകൾക്ക് ഇടയിലുള്ള ഫങ്ഷനാണ് വരിക. അപ്പോൾ ഒരുവിധം മാച്ചായിട്ട് വരാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് നമ്മുടെ പോളിനോമിയൽ ഇൻ്റർപോളേഷനിലുള്ള എറർ നമുക്ക് മാക്സിമം ഇതിൽ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ലീനിയർ സ്പ്ലൈൻസ്, ക്വാഡ്രാറ്റിക് സ്പ്ലൈൻസ് ആൻഡ് ക്യൂബിക് സ്പ്ലൈൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ക്യൂബിക് സ്പ്ലൈൻസ് ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു. ക്യൂബിക് സ്പ്ലൈൻസ് ഡയറക്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആദ്യം ലീനിയർ, പിന്നെ ക്വാഡ്രാറ്റിക്, പിന്നെ ക്യൂബിക് ചെയ്യാം. ഓക്കെ, ക്യൂബിക് സ്പ്ലൈൻസ് ആണ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക്
ലീനിയർ ക്വാഡ്രാറ്റിക്കിനെ തുടർച്ചയായിട്ട് നമുക്ക് ക്യൂബിക് സ്പ്ലൈൻസ് ചെയ്യാം. ഓക്കെ, സോ ലീനിയർ സ്പ്ലൈൻസിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് തന്നിരിക്കുന്നത് ലെറ്റ് ദ ഗിവൺ പോയിൻറ്റ്സ് ആർ എക്സ് ഐ വൈ ഐസ് അല്ലേ. അപ്പോൾ x1 x0 y0 x1 y1 x2 y2 x3 y3 കൊണ്ട് ഗിവൺ സെറ്റ് ഓഫ് ഡാറ്റ പോയിൻറ്റ്സ് തന്നിട്ടുണ്ടായിരിക്കും. I is equal to 1 to up to n, where x0 is equal to a is equal to x0 up to xn വാല്യൂസ് ഉണ്ടാവും. where x0 is less than x1 അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇങ്ങനെ അതുപോലെ നമുക്കൊരു സ്പേസിങ് അല്ലേ, രണ്ട് എക്സ് വാല്യൂസ് തമ്മിലുള്ള സ്പേസിങ് നമുക്ക് കണ്ടുപിടിക്കാം. എച്ച് ഐ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ലെറ്റ് എച്ച് ഐ ഇസ് ഈക്വൽ എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1. ഓക്കെ, വേർ ഐ ഇസ് ഈക്വൽ ടു 1 2 3 up to n. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ അല്ലേ. എച്ച് എന്ന് പറയുന്ന സ്പേസിങ് ബിറ്റ്വീൻ ടു എക്സ് വാല്യൂസാണ്. അപ്പോൾ രണ്ട് എക്സ് വാല്യൂസിന് അടുത്തുള്ള രണ്ട് എക്സ് വാല്യൂസാണ് എക്സ് ഐയും എക്സ് ഐ മൈനസ് 1. ഓക്കെ, അപ്പോൾ ഇവിടെ ഐ എന്തായിരിക്കണം 1 to n വാല്യൂ ചെയ്യണം. അപ്പോൾ x1 മൈനസ് x0 x2 മൈനസ് x1 അങ്ങനെ പോകും. അപ്പോൾ അതാണ് എച്ച് ഐ എന്ന് പറയുന്നത്. ഇത് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എച്ച് എന്ന് മാത്രം എടുത്താൽ മതി വരുന്നു. പക്ഷെ നമുക്ക് അറിയില്ല ഈക്വൽ ആണോ എന്നല്ല, അതുകൊണ്ടാണ് എച്ച് ഐ എന്നെടുത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ലീനിയർ ഇൻ്റർപോളേഷനാണ് തന്നിരിക്കുന്നത്. നമ്മുടെ ട്രൂ ആയിട്ടുള്ള ഫംഗ്ഷൻ, നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഈ ഗ്രീൻ കൊണ്ട് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ലീനിയർ സ്പ്ലൈൻ ഇൻ്റർപോളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ പോയിൻറ്റുകൾക്കിടയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ലീനിയർ ഇൻ്റർപോളേഷൻ ആണെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ് വരിക. അപ്പോൾ അത് സ്ട്രെയിറ്റ് ലൈൻസ് ആണോ വരിക. അപ്പോൾ ഓരോ പോയിൻറ്റ്സിൻ്റെ ഇടയിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം ഈ ഒരു ഭാഗത്തൊന്നും ഈ ഒരു ആക്ച്വൽ ഫങ്ഷൻ്റെ വാല്യൂവിനായിട്ട് മാച്ച് ആവുന്നില്ല അല്ലെ, ഡിഫറൻസ് ഉണ്ട്. ഇവിടെ എല്ലാം ഡിഫറൻസ് ഉണ്ട്. അതുപോലെ ഇവിടെ ഈ കർവിലൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ലീനിയർ പീസ് വൈസ് അല്ലെങ്കിൽ ലീനിയർ സ്പ്ലൈൻ ഇൻ്റർപോളേഷൻ അതിൻ്റേതായിട്ടുള്ള ഡ്രോബാക്കുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി കൂട്ടുന്നതിനനുസരിച്ച് ഒരു 3rd ഡിഗ്രി 4th ഡിഗ്രി 5th ഡിഗ്രി ഒക്കെ ആക്കുന്നതിനനുസരിച്ച് ആക്ച്വലി നമുക്ക് എന്താണോ ഫങ്ഷൻ ആ ഫങ്ഷനായിട്ട് മാച്ച് ആവുന്ന ഇൻ്റർപോളേറ്റിംഗ് പോളിനോമിയൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എടുക്കുന്നത് let si of x be the spline of degree 1 defined in the interval xi minus 1 xi. അപ്പോൾ നമുക്ക് രണ്ട് ഡാറ്റ പോയിൻറ്റുകളാണ് ഉണ്ടാവുന്നത്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇൻ്റർപോളേഷൻ ചെയ്യുന്നത്. സോ xi മൈനസ് 1ൻ്റെ xiയുടെ ഇടയിലാണ് ഞാനിപ്പോൾ ഒരു ലീനിയർ സ്പ്ലൈന് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ആ ലീനിയർ സ്പ്ലൈനെയാണ് ഞാനിവിടെ si ഓഫ് എക്സ് എന്നെടുത്തിരിക്കുന്നത്. ദിസ് ഈസ് ദ സ്പ്ലൈൻ ഓഫ് ഡിഗ്രി 1. ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനാണ് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ si ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ ജോയിനിങ് ദ പോയിൻറ്റ്സ്. ഏതൊക്കെ പോയിൻറ്റ്സുകളായിരിക്കും ജോയിൻ ചെയ്യുന്നുണ്ടോ, കാരണം ഇൻ്റർവൽ xi മൈനസ് 1 xi ആണ് എടുത്തിരിക്കുന്നത്. സോ si ഓഫ് എക്സ് റെപ്രസെൻറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ. ദിസ് റെപ്രസെൻറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ which connects the points xi minus 1, yi minus 1 and xi yi അല്ലേ. ഇതാണ് അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എസ് ഐ ഡയറക്റ്റായിട്ട് നമുക്ക് അങ്ങനെ എഴുതാം. si ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ എന്താണ്, ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ. സോ yi minus 1 plus mi ഇൻറ്റു എക്സ് മൈനസ് xi മൈനസ് 1 ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ പോളിനോമിയൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനായിട്ട് എഴുതാം.
yi minus 1 plus mi into mi is the slope, and which is equal to mi is equal to yi minus 1, sorry, yi minus yi minus 1 divided by xi minus 1. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു പിക്ചർ വരച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ. ഇതാണ് നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിലെ 2 പോയിന്റുകളാണ് എടുത്തിരിക്കുന്നത്. ദിസ് ഈസ് 1 point and this is another point, and x value is xi, let it be xi minus 1, and this is xi, corresponding y value is yi minus 1, and this is yi. This is the line joining, let it be a and b. So this is the line joining a and b. So this is the slope, and this is yi minus 1, and this distance is xi minus 1. So the slope is yi minus 1, xi minus 1. So this is the equation of the straight line, and we know that si of x is the polynomial connecting or straight line connecting the points a and b. So let this is an arbitrary value x, so corresponding to the side x, the equation of this line is si of x. So let us take it yi, si is equal to yi, or we can write yi is equal to yi minus 1 plus mi into x minus xi minus 1. So by setting I is equal to 1, 2, 3 up to n successively in the straight line equation, we obtain different splines of degree 1 valid in the subintervals 1 to n. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഐക്ക് വാല്യൂസ് കൊടുക്കാം. i is equal to 1 to n വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്പ്ലൈനുകൾ കണ്ടെത്താനായിട്ട് പറ്റും. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ചെയ്യാം. എക്സാമ്പിൾ 5.1 in the textbook. ഇവിടെ പറഞ്ഞിരിക്കുന്നത് given a set of data points തന്നിട്ടുണ്ട് 1 minus 8, 2 minus 1 and 3 18 തന്നിട്ടുണ്ട്. Satisfying the function y is equal to f of x. Find the linear splines satisfying the given data. Determine approximate values of y of 2.5 and y dash of 2 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കിവിടെ 3 പോയിന്റുകളാണ് തന്നിരിക്കുന്നത്. സോ ലെറ്റ് a first data point is a of 1,8 and b of 2.-1 and c of 318. So first straight line is AB. So straight line, let us take it as S1 of x. I is equal to 1 to n. So S1 of x
is equal to, the equation is si of x is equal to yi minus 1 plus mi into x minus xi minus 1. So here it is x0 is equal to 1 and x1 is equal to 2. y0 is equal to minus 8 and y1 is equal to minus 1. So s1 of x is equal to, I is equal to 1, 2. So yi minus 1 is y1 plus m1 into x minus xi minus 1 is x. Sorry, yi minus 1 is y0, xi minus 1 is x0. So y0 is minus 8 plus m1 into x minus x0 is 1. What is m1? m1 is equal to y1 minus y0 divided by x1 minus x0. What is y1? y1 is minus 1 minus 8 divided by x1 is 2 minus 1 is equal to 7. So the equation connecting the straight line connecting A and B is minus 8 plus 7 into x minus 1, or 7 is minus 50. And for BC, let us take it as s2 of x, which is equal to, you will get it, you can do it like this and you will get 19x minus 19. So we will get these two splines connecting the points AB and BC. So post lines കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് here we have to find y of 2.5 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2.5 എന്ന് പറയുന്നത് 2 and 3യുടെ ഇടയിലുള്ളതാണ്, അതായത് x1ൻ്റെയും x2യുടെയും ഇടയിലുള്ളതാണ്. അപ്പോൾ നമുക്കതിന് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും? അപ്പോൾ അതിൽ ഏത് സ്പ്ലൈൻ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും? s2 തന്നെ ഉപയോഗിക്കാൻ പറ്റും, x2 of x തന്നെ ഉപയോഗിക്കാൻ പറ്റും. x2 of x is 19, x minus 19 ആണ്. Here it is x is 2.5 minus 19 എന്ന് വരും. You will get it 19, it is not 19, it is 39. Okay, it is 39. Here it is 39. Okay, then you will get 8.5. and what is y dash of 2? It is first derivative of y1. So it will be yi minus 1 divided by xi minus xi minus 1, this derivative. So here it is y2 minus y1 divided by x2 minus x1. It is 18 minus 1 divided by 3 minus 2, it is 19. So you will get
first derivative of the second data point is 19. അതുപോലെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഈ സ്പ്ലൈനുകളെല്ലാം SI of x എന്ന് പറയുന്ന സ്പ്ലൈൻ കണ്ടിന്യൂസ് ഇൻ ദ ഇൻ്റർവൽ 1, 3 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് ഇത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അവരുടെ സ്ലോപ്പുകൾ എന്തായിരിക്കും? ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഡാറ്റ പോയിൻറ്റുകൾ ഒരു ഡാറ്റ പോയിൻറ്റ് AB ആൻഡ് BC. AB എന്ന് പറഞ്ഞ ലൈൻ, ദിസ് ഈസ് BC, ഡാറ്റ പോയിൻറ്റ് ABC. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ ഇത് 1 എന്ന് പറയുന്ന ഇൻ്റർവെൽ, ഇത് 3 എന്ന് പറയുന്ന എക്സ് വാല്യൂ ആണ്. ഈ ഇൻ്റർവെല്ലിൽ ഇത് കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷേ ഓരോ ഡാറ്റ പോയിൻറ്റുകളിലും ഇത് ഡിസ്കണ്ടിന്യൂറ്റി കാണിക്കും. കാരണം അത് ഒരേ സ്ട്രെയിറ്റ് ലൈൻ അല്ല വരുന്നത്. അപ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി കാണിക്കും. ഈ നോട്ടുകളിൽ ഇത് ഡിസ്കണ്ടിന്യൂറ്റി കാണിക്കും. അപ്പോൾ ദിസ് ഇസ് ദ ഡ്രോബാക്ക് ഓഫ് ലീനിയർ സ്പ്ലൈൻ ആൻഡ് ദെർഫോർ വി വിൽ ഗോ ടു ക്വാഡ്രാറ്റിക് സ്പ്ലൈൻസ്. അപ്പോൾ ഇവിടെ ഡിസ്കണ്ടിന്യൂറ്റി കാണിക്കാൻ പാടില്ല. ഇതൊരു ഫംഗ്ഷനാണ്, ടോട്ടലി ഇതൊരു ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ നോട്ടുകളിൽ അത് ഡിസ്കണ്ടിന്യൂറ്റി കാണിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. അപ്പോൾ നമുക്ക് ക്വാഡ്രാറ്റിക് സ്പ്ലൈൻസ് എങ്ങനെ വരണം എന്നൊന്നുകൂടി അതും കൂടി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ നോട്ടുകളിൽ വരുന്ന ഡിസ്കണ്ടിന്യൂറ്റി നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് നെക്സ്റ്റ് സെഷനായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാം.